ഹായ് ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇതുപോലെ നല്ല കുറുകിയൊരു മാങ്ങാക്കറി ഉണ്ടാക്കിയാലോ. ചോറിനൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി മാങ്ങാക്കറി ഉണ്ടാക്കാം. ഇപ്പോൾ മാങ്ങയുടെ സീസണാണല്ലോ, എല്ലാ സ്ഥലങ്ങളിലും മാങ്ങയുണ്ട്, എല്ലാ വീടുകളിലും ഉണ്ടാകുമേ. അപ്പോൾ അതിന് വേണ്ടി നല്ല പുളിയുള്ള ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി അരിഞ്ഞത്, വറ്റൽമുളക്, ഇത്രയാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി ഇതിന് അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി, 2-3 കഷ്ണം ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം ഇല്ലെങ്കിൽ ജീരകപ്പൊടി ആയാലും മതി. ഇത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു മൺചട്ടി ഗ്യാസിലോട്ട് വെച്ചിട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ, പച്ചമുളക്, ഇത് വേവാൻ ആവശ്യമായിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കാം. ഒത്തിരി വെള്ളം ചേർക്കേണ്ട, മാങ്ങ പെട്ടെന്ന് വെന്തോളും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. മാങ്ങയ്ക്ക് വലിയ വേവ് ഇല്ല, പെട്ടെന്ന് തന്നെ വെന്തോളും. അപ്പോൾ ഇതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നല്ല വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, ഒത്തിരി ലൂസായിരിക്കണ്ട, ഒന്ന് കുറുകിയിരുന്നാൽ മതി. വേണ്ടത് ഈ ഒരു പരുവത്തിൽ ഇരിക്കണം, അതൊന്ന് കുറുകിയിരിക്കണം. അപ്പോൾ ഇതാണ്ട് ഇതുപോലെ ഈ ഒരു പരുവത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഇത് തിളപ്പിക്കേണ്ട, ഈ അരപ്പൊന്ന് ചൂടായാൽ മതി. മാങ്ങ വേവിക്കാൻ വെച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കറി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് താളിച്ചെടുക്കാം. അതിനു വേണ്ടി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റാം. നല്ല കുറുകിയ നല്ല അടിപൊളി മാങ്ങാക്കറിയാണ്. ഇതുപോലൊന്ന് വെച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയറും ചെയ്യണം. വീഡിയോ കാണുന്നവരെ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.